സോഷ്യൽ മീഡിയയിലെ പൂച്ചകൾ നിങ്ങൾ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയാണ് എല്ലാ പൂച്ചകൾക്കുമുള്ള ആശ്രയം എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചതാണല്ലോ. നിങ്ങൾ എഴുതുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ആളുകൾ എന്ന് അവർക്ക് മറുപടി ഇല്ല എന്ന് പറയുന്നത് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല എന്നും മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് എന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. മറുപടി പറയാൻ നിങ്ങൾ പലപ്പോഴും ശ്രമം നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? SMFന്റെ ഭരണഘടന തിരുത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഉന്നയിച്ച വിഷയങ്ങളിൽ നിങ്ങൾ മറുപടി പറയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലാണ് മറുപടി പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ നമ്മൾ വേദി കെട്ടി പ്രസംഗിച്ചിട്ട് കൃത്യമായ തെളിവുകൾ സഹിതം അമീദ് ബൈസി ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട്, സത്താർ സാഹിബ് വിശദീകരിച്ചിട്ടുണ്ട്, വിനീതനായ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, അതുപോലെ പല ആളുകളും പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങളുടെ തീരുമാനികളെ കുറിച്ച്. ഒന്നിനും നിങ്ങൾ മറുപടി പറയണില്ലേ? ഗ്രൗണ്ടിലും നിങ്ങൾ മറുപടി ഇല്ല, ഗാലറിയിലും നിങ്ങൾക്ക് മറുപടി ഇല്ല, ഓൺലൈനിലും ഇല്ല, ഓഫ്ലൈനിലും ഇല്ല, നിങ്ങൾക്കൊരു മറുപടി ഇല്ല. നിങ്ങൾ റേഡിയോ പോലെ നിങ്ങൾ മുമ്പെന്തോ പഠിച്ചു വെച്ച മാറ്റർ അപ്പടി പ്രസംഗിക്കുക എന്നതിലപ്പുറം ഉന്നയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇതുവരെ സമൂഹത്തോട് തുറന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് അതിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സോഷ്യൽ മീഡിയയെ പൂച്ചകളോട് മറുപടി ഇല്ല എന്ന് പറയാം. അതോടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയാണ്. നിങ്ങൾ 50-ാം വാർഷികം അല്ല 500-ാം വാർഷികം നടത്തിയാലും ശരി, സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന്റെ പൂർവികരുണ്ടാക്കിയ ഭരണഘടനയിൽ നിങ്ങൾ മാറ്റിത്തിരുത്തലുകൾ വരുത്തിയിട്ടില്ലേ എന്ന ഞങ്ങളുടെ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഉണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ ആ മാറ്റം വരുത്തി? അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഇതിന് മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ 5000 കൊല്ലം ആഘോഷിച്ചാലും ശരി, സുന്നി മഹല്ല് ഫെഡറേഷനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾ സുന്നി മഹല്ല് ഫെഡറേഷനെ നിങ്ങൾക്ക് തൽക്കാലം ചാടിക്കയറാനുള്ള ഒരു വാഹനമായിട്ട് ഉപയോഗിക്കുകയാണ്. അത് ഞങ്ങൾ പിടിച്ചിറക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ എല്ലാ അനീതികളെയും അക്രമങ്ങളെയും അതിന്റെ സർക്കുലറിൽ നിങ്ങൾ വരുത്തിയ മാറ്റത്തിരുത്തലുകളും ആ സർക്കുലർ അനുസരിച്ച് നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അടിമവേല ചെയ്യാൻ വേണ്ടി സുന്നി മഹലിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പഞ്ചായത്ത്, മേഖല, ജില്ലാ കമ്മിറ്റികൾ കൊണ്ടുവന്നതിനെ കുറിച്ചും നിരവധി കാര്യങ്ങൾ ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. വസ്തുതാപരമായി വിത്ത് എവിഡൻസ്, തെളിവുകൾ സഹിതം. ഇതിനൊന്നും ഇതുവരെ മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ 500-ാം വാർഷികം ആഘോഷിച്ചാലും ഇതിനൊക്കെ ഈ സമൂഹത്തിന് മറുപടി കിട്ടണം. ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഈ കുറ്റകൃത്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ ഒരു ഭാരമായി എല്ലാ കാലത്തും നിലനിൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തൊക്കെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാലും മഹല്ലത്തുകളിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ആളുകൾ നിങ്ങളോട് ഇത് ചോദിക്കും, അല്ല ഉസ്താദെ ഉപദേശവും നിർദ്ദേശവും കടന്നു നിൽക്കട്ടെ, മഹലിന്റെ പരിവർത്തനം കടന്നു നിൽക്കട്ടെ, SMF എന്ന് പറഞ്ഞ ഒരു സംഘം നിങ്ങളെ കൈ കിട്ടിയിട്ട് അതിന്റെ ഭരണഘടന വരെ തിരുത്തിയ ആളുകളല്ലേ നിങ്ങൾ ഞങ്ങളെ മഹല്ല് കമ്മിറ്റിന്റെ ഭരണഘടനയും മഹലിന്റെ ഭരണഘടനയും തിരുത്തൂലേ? പള്ളിന്റെ രജിസ്ട്രേഷൻ നിങ്ങൾ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് എഴുതി കൊടുക്കൂലേ എന്ന് ആളുകൾ ചോദിക്കും. കാരണം നിങ്ങളെ കയ്യിലിരിപ്പ് അതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രല്ല ആദർശ സമ്മേളനം നിങ്ങൾ ഓരോ മഹലിലും നടത്തുന്നൊക്കെയാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതെന്നല്ലേ? എങ്ങനെയാണ് ആ നാട്ടിൽ 20 റക്അത്ത് തറാവീന് പള്ളിയിൽ വരാതെ 8 റക്അത്ത് നിസ്കരിക്കണ വഹാബി പള്ളിക്ക് പോണോന് SMFന്റെ ഭാരവാഹിയായിട്ടുണ്ട്. ജുമാക്ക് സ്ഥിരമായിട്ട് വഹാബി പള്ളിക്ക് പോണ ആളുകളുണ്ട്. ഓനെ കൂട്ടിയിട്ട് നിങ്ങൾ ഏത് ആദർശമാണ് മഹല്ലിൽ പോയി പറഞ്ഞു കൊടുക്കാൻ പോണത്? ഇത് ആളുകൾ ചോദിക്കൂലേ? വെറുതെ പ്രഖ്യാപനം നടത്തിയിട്ട് ആളെ പൊട്ടീസാക്കിയിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നിലനിൽക്കുകയാണ് നിങ്ങൾ എത്ര വാർഷികം നടത്തിയാലും ശരി.